ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സ്കൂളിലാട്ടോ, മഴ കാരണം ലീവാണേ. രാവിലെ നല്ല മഴയായിരുന്നേ. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡെയിലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പതിവാണ് കേട്ടോ ഈ ബാൽക്കണിയിൽ വന്ന് ഇങ്ങനെ ഒരു നിൽക്കൽ. അത് കഴിഞ്ഞ് അതിലൊരു ബ്ലാക്ക് കോഫിയും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ബോട്ടിലിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ പഠിക്കാനിരുന്നു. എന്തായാലും ലീവ് കിട്ടിയതല്ലേ, അപ്പോൾ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല. കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു, കുറച്ച് നേരം നടന്നും ഇരുന്നും ഒക്കെ ആയിരുന്നു പഠിത്തം ഉണ്ടായിരുന്നത്. പുറത്തപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല ഹെവി മഴ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെയൊക്കെ വെള്ളം നിറഞ്ഞായി കാണുന്നുണ്ടായിരുന്നു. ഫ്ലാറ്റിന് താഴെ പോയപ്പോഴാണ് ഇതാണ് അവസ്ഥ, ഫുൾ മുങ്ങിയിരിക്കുകയായിരുന്നേ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോർക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോർക്കും പിന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി. കവർ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഹെൽമെറ്റായിരുന്നു നമ്മുടെ കവർ ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. നേരെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി. പോർക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെ കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ. ചോറ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോർക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഷാൻചാറ്റിൻ്റെ ചാനൽ നോക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കൽ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കുക്കർ ഉപയോഗിച്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മുട്ട ട്രേയിൽ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്. പുറത്തെ മഴയൊക്കെ അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ ഒരു കറിവേപ്പില തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ പോർക്കിൽ കറിവേപ്പില ഇടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കിയ വീഡിയോസിലൊന്നും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ കറിവേപ്പില ഇങ്ങനെ വലുതായി നിൽക്കുന്നത് കാണുമ്പോൾ ഇടാൻ വേണ്ടി ഒരു മോഹം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചു കൊണ്ടുവന്നു. ഞാൻ ഈ പാക്ഡ് വാട്ടേഴ്സിൻ്റെ ഫാനൊന്നും അല്ല കേട്ടോ. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയങ്ങളിൽ ഈ ആപ്പി ഫിസിൻ്റെ ചെറിയ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എപ്പോഴും അത് വാങ്ങാൻ തോന്നലുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ പോർക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. വീട്ടിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടാവണേ. പാട്ടോ എന്തെങ്കിലും വ്ളോഗൊക്കെ വെക്കലുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിത് നിർത്തിയത് ഈ ഒരു സൗണ്ട് കേൾപ്പിക്കാനായിരുന്നു. ഞാൻ ഇത് മണാലി പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പോർക്കൊക്കെ റെഡിയായതിനു ശേഷം നമ്മൾ നേരെ അതിൻ്റെ കൂടെ ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നതിന് ശേഷം ചോറും പപ്പടവും നമ്മുടെ പോർക്കൊക്കെ കൂട്ടി നല്ലപോലെ ചോറ് കഴിച്ചേ. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോൾ നമുക്ക് ആച്ചിയുടെ ബജ്ജി മസാല ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പൊക്കവട ഉണ്ടാക്കിയതൊക്കെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതിന് ശേഷമാണ് കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് എല്ലാ ചായക്കടകളിലും ഈ പൊക്കവട എന്ന് പറഞ്ഞ സംഭവം കിട്ടുമേ. പക്ഷേ ഇവിടെ എറണാകുളത്ത് നമുക്ക് ഈ പൊക്കവട ചായക്കടകളിലൊന്നും കാണുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പൊക്കവടയുടെ ഷേപ്പ് ഇതൊന്നുമല്ലേ, ഇത് തട്ടിക്കൂട്ട് പൊക്കവടയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞളൊക്കെ തേച്ച് ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മുഖത്ത് അത്യാവശ്യം നല്ല പിമ്പിൾസ് വന്നിട്ടുണ്ട്. പുറത്തപ്പോഴും നല്ല ഗംഭീര മഴയായിരുന്നേ. നമ്മളെല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പോർക്കുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കള്ളപ്പായിരുന്നു, കടയിൽ നിന്ന് മേടിച്ചതാണേ. ശേഷം കുളിച്ച് റെഡിയായി നേരെ നമ്മൾ പോകുന്നത് ഒരു സിനിമയ്ക്കാണ്. മഴ ആയതുകൊണ്ട് തന്നെ കുട മുഖ്യം. മഴയും പോരാത്തതിന് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നേ. എന്തായാലും നമ്മൾ വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്നത്തെയും പോലെ വനിതാ വിനീതയിലോട്ടാണ് പോയത്. ഇന്നത്തെ നമ്മുടെ മൂവി മാരീഷനാണ് കേട്ടോ. ഫഹദിൻ്റെയും വടിവേലുവിൻ്റെയൊക്കെ മൂവിയാണ്, നല്ല മൂവിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.